പുറത്ത് പോയിട്ട് ഇന്ന് വന്നപ്പോഴത്തേക്കും നല്ല ഇവിടെ ആയിട്ട് അതായത് നമ്മുടെ വാതിലിന്റെ പുറകുവശത്തെ വീടിന്റെ അടുക്കളയുടെ പുറകുവശത്തെ വാതിലിന്റെ അവിടെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാമ്പിരിപ്പുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിനൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇതുപോലൊരു ട്രാൻസ്പെറന്റ് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇതിന് തീറ്റ എന്ന് പറയുന്നത് പല്ലിയാണ്. അതുകൊണ്ട് ഞാനൊരു പല്ലിയും കൂടെ പിടിച്ച് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതെന്തായാലും ഇപ്പൊ കഴിക്കത്തില്ല, പേടിച്ചിരിക്കുന്നുണ്ട്, എന്തായാലും കഴിക്കത്തില്ല. ഒരു പല്ലിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിപ്പം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പല്ലി ഇരിക്കുന്നുണ്ടോ, അതിന്റെ വലിപ്പം ഇത്ര, ആ പാമ്പിന്റെ വലിപ്പവും പല്ലിയുടെ വലിപ്പവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. എന്തായാലും പല്ലി ഇത് കഴിക്കത്തില്ല, കാരണം പേടിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു ജീവികളും അടുത്തിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിൽ കഴിക്കാൻ ശ്രമിക്കത്തില്ല. ഇതുപോലെ നിങ്ങളുടെ വീടുകളിലും പാമ്പുകൾ സാധാരണയായിട്ട് വീടും പരിസരത്തിലൊക്കെ പാമ്പുകൾ വരാം. തൊട്ടടുത്ത് കാട്ടുപ്രദേശമൊക്കെ ഉണ്ടെങ്കിൽ പാമ്പുകൾ വരാം. അപ്പോൾ ഇത് നമ്മൾ പലരും അധികമായിട്ട് പേടിക്കാറുണ്ട്. പാമ്പ് വരുമ്പോഴത്തേക്കും അയ്യോ കൊത്തുമോ കടിക്കുമോ, വിഷമുള്ളതാണോ വിഷമില്ലാത്തതൊക്കെയാണോ എന്നുള്ള പേടിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാമ്പുകളെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സ്നേക് പീഡിയ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലോട്ട് കയറുമ്പോഴത്തേക്കും സ്നേക് പീഡിയ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന ഒരു ഇതാണ് വരുന്നത്. അതിൽ സെർച്ച് കൊടുക്കുക. ഇതിൽ പല ഇതുണ്ട്. നമുക്ക് ഇതായിട്ട് എന്താണ്, വിഷമുള്ളതാണോ, പാമ്പ് കടിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ പാമ്പുകളും മലയാളത്തിൽ തന്നെ അതിൻ്റെ സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത്, കടിച്ചാൽ വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഫോട്ടോ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാമ്പ് കടിക്കാതിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിൽ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന പാമ്പ് ഏതാണെന്നുള്ളത് ഞാൻ നേരത്തെ നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുപ്പിയിലാക്കിയതിന് ശേഷമാണ് ഞാൻ കണ്ടുപിടിച്ചത്, അല്ല പാമ്പ് ഇവിടെ വന്നിരുന്നപ്പോഴേ ഞാൻ കണ്ടില്ല. ഇതിൽ കാണുന്ന സാധനം എന്ന് പറയുന്നത് ആനമല വെള്ളിവരയൻ, ആനമല വുൾഫ് സ്നേക്ക് എന്ന് പറയുന്ന സാധനമാണിത്. ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോൺ വെനമസ്, വിഷമുള്ള പാമ്പല്ല എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നമുക്ക് അതിൻ്റെ കളറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് കഴിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വെർഷനും ഉണ്ട് ഇതിൻ്റെ. ഇനിയല്ല നമുക്ക് മലയാളം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓഡിയോയും കൊടുത്തിട്ടുണ്ട്. ഓഡിയോയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതും ഇതിൽ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടുകളിൽ പാമ്പ് കയറുകയാണെങ്കിൽ പെട്ടെന്ന് പാനിക് ആകാതെ ഒന്ന് മാറി നിൽക്കുക, കഴിവതും ഒന്ന് മാറി നിൽക്കുക. അപ്പോൾ ഇതുപോലൊരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ നമ്മളിതിനെ അങ്ങ് ദൂരെ കാട്ടിൽ കൊണ്ട് റിലീസ് ചെയ്യാണ്, കൊല്ലുകയൊന്നുമില്ല. പല്ലിയും അതിനോടൊപ്പം തന്നെ നമ്മളെ വീട്ടിലൊരു ശല്യമായിട്ടുന്ന ഒരു പല്ലിയാണ്, അതിനെയും നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. രണ്ടുപേരും വന്ന് ഇപ്പൊ അതിൽ ആരാണ് ആദ്യം ഇറങ്ങുന്നത് നോക്ക. അത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പാമ്പ്. അതിൻ്റെ